ശ്രീകൃഷ്ണന്റെ വിടവാങ്ങലിനു ശേഷം പാണ്ഡവർ മഹാപ്രസ്ഥാനത്തിന് പോകാൻ തീരുമാനിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം യുധിഷ്ഠിരൻ നീണ്ട 36 വർഷം ഹസ്തിനപുരം ഭരിച്ചു. യുയുത്സുവിന്റെ കരങ്ങളിൽ യുധിഷ്ഠിരൻ രാജ്യഭാരം ഏൽപ്പിച്ചു. പരീക്ഷിതനെ ഹസ്തിനപുരത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. മാത്രമല്ല, യാദവ രാജാവായ വജ്രനെ ഇന്ദ്രപ്രസ്ഥാനത്തിന്റെ രാജാവാക്കുകയും ചെയ്തു. തങ്ങൾക്കായി അവശേഷിച്ച സകലതും പ്രജകൾക്ക് നൽകി ഹസ്തിനപുരം ഉപേക്ഷിക്കാൻ പാണ്ഡവർ തീരുമാനിച്ചു. പാണ്ഡവരും പാഞ്ചാലിയും ഏഴാമതായി ഒരു നായയും ഉണ്ടായിരുന്നു ഈ യാത്രയ്ക്ക്. ഉത്തരദിക്ക് ലക്ഷ്യമാക്കി പാണ്ഡവർ യാത്ര ആരംഭിച്ചു. ദിവ്യമായ ഗാണ്ഡീവവും അമ്പൊഴിയാത്ത ആവനാഴിയും അർജുനൻ കൈവിട്ടില്ലായിരുന്നു. യാത്രാമധ്യേ അഗ്നിദേവൻ പാണ്ഡവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി. ഗാണ്ഡവദഹന സമയത്ത് അർജുനന് ലഭിച്ച ഗാണ്ഡീവം ഉപേക്ഷിക്കാൻ സമയമായെന്ന് അഗ്നിദേവൻ പറഞ്ഞു. ഗാണ്ഡീവം അഗ്നിദേവന്റെ നിർദ്ദേശപ്രകാരം വരുണനാണ് അർജുനന് നൽകിയത്. അങ്ങനെ അർജുനൻ ഗാണ്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും സമുദ്രത്തിൽ ഉപേക്ഷിച്ചു. പാണ്ഡവർ വടക്കോട്ട് നടന്ന് ഹിമാലയത്തിലെത്തി. വീണ്ടും അവർ മുൻപോട്ട് നടന്ന് മഹാമേരു പർവ്വതം ദർശിച്ചു. പാണ്ഡവരും പാഞ്ചാലിയും യാത്ര തുടർന്നു. കുറച്ചു സമയത്തിനു ശേഷം പാഞ്ചാലി ബോധരഹിതയായി വീണു. ഉടനെ ഭീമസേനൻ പാഞ്ചാലി മരിക്കാനുണ്ടായ കാരണം യുധിഷ്ഠിരനോട് അന്വേഷിച്ചു. അർജുനനോടുണ്ടായിരുന്ന പക്ഷാഭേദമായ സ്നേഹമാണ് മരണകാരണമെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. അവർ വീണ്ടും യാത്ര തുടർന്നു. അടുത്തതായി ജീവൻ വെടിഞ്ഞത് സഹദേവനായിരുന്നു. തന്റെ അറിവിൽ ഗർവിതനായതിനാലാണ് സഹദേവന് യാത്ര തുടരാനാവാത്തത്. അടുത്തതായി നകുലനും. തന്റെ സൗന്ദര്യത്തിൽ അമിതമായി അഹങ്കരിച്ചതുമൂലമാണ് നകുലന് മറ്റു സഹോദരന്മാരെ വിട്ടുപിരിയേണ്ടി വന്നത്. അടുത്തതായി അർജുനനും വീണു. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ധനുർധാരി താൻ മാത്രമാണെന്ന വിചാരമാണ് അർജുനന്റെ മരണകാരണം. 7 പേരുമായി തുടങ്ങിയ യാത്രയിൽ ഇപ്പോൾ യുധിഷ്ഠിരനും ഭീമനും നായയും മാത്രമാണ് അവശേഷിച്ചത്. അവർ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ യുധിഷ്ഠിരനെ തനിച്ചാക്കി ഭീമനും പോയി. ഭക്ഷണത്തോടുള്ള അമിത പ്രിയമാണ് ഭീമന്റെ മരണകാരണം. യുധിഷ്ഠിരൻ യാത്ര തുടർന്നു. യുധിഷ്ഠിരന് കൂട്ടായി നായ മാത്രമാണ് അവശേഷിച്ചത്. നീണ്ട യാത്രയ്ക്കൊടുവിൽ യുധിഷ്ഠിരനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ദേവേന്ദ്രൻ തേരുമായെത്തി. എൻ്റെ അനുജന്മാരും പാഞ്ചാലിയും വീണുപോയിരിക്കുന്നു. എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവരും കൂടെ പോരണമെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. അവർ ആദ്യമേ തന്നെ സ്വർഗത്തിലെത്തിയെന്ന് ഇന്ദ്രൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. അവർ മർത്യശരീരം വിട്ട് സ്വർഗത്തിലെത്തിയെന്നും അങ്ങേക്ക് ഉടലോടെ തന്നെ സ്വർഗത്തിൽ എത്താമെന്നും ഇന്ദ്രദേവൻ പറഞ്ഞു. യുധിഷ്ഠിരനോടൊപ്പം നായയെ കൂടെ കൂട്ടണമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇന്ദ്രദേവൻ അതിന് സമ്മതിച്ചില്ല. ഏതു വിധേനയും നായയെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ നായയുടെ രൂപത്തിൽ വന്നത് യുധിഷ്ഠിരന്റെ പിതാവ് ധർമ്മദേവനാണ്. അങ്ങനെ തൻ്റെ സഹോദരങ്ങളെ കാണാനായി യുധിഷ്ഠിരൻ സ്വർഗത്തിലേക്ക് യാത്രയായി.